നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് നമ്മോടൊപ്പം ചേരുന്നു. CN പ്രകാശ് തള്ളിയിരിക്കുന്നു, പക്ഷേ ചില നിർദ്ദേശങ്ങളുണ്ട്. DIG അന്വേഷിക്കണം, അതും കണ്ണൂർ DIGക്ക് മേൽനോട്ട ചുമതല ഉണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് തള്ളിയിട്ടുണ്ട്. നിലവിൽ തള്ളിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഹർജി തള്ളുന്നതിനൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധിന്യായത്തിൽ. പ്രധാനമായും പറയുന്നത്, നിലവിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടരാം, പ്രത്യേക അന്വേഷണ SITക്ക് അന്വേഷണം തുടരാം, പക്ഷേ അതിന്റെ മേൽനോട്ട ചുമതല കണ്ണൂർ DIG വഹിക്കണം എന്ന് പറയുന്നുണ്ട്. പരിധിക്കുള്ളിൽ തന്നെ ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കണം എന്നും പറയുന്നുണ്ട്. അതിന്റെ ടൈം ലിമിറ്റ് സംബന്ധിച്ച ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണെന്നും കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണ് എന്നായിരുന്നു ഈ ഹർജിയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം. കേസ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായി അന്വേഷണം നടക്കൂ എന്നും ഈ ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കേസ് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം പ്രധാനമായും ഈ ഹർജിയിൽ ഉണ്ടായിരുന്നത്. നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയാണെന്നും കേസിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കോടതി പറഞ്ഞാൽ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBIയും ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. അപൂർവ സാഹചര്യത്തിൽ മാത്രമേ CBI അന്വേഷണം ആവശ്യമുള്ളൂ എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഉന്നത ഉദ്യോഗസ്ഥന് മേൽനോട്ടം ചുമതല നൽകിയാൽ മതിയോ എന്നും നേരത്തെ വാദത്തിനിടെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ മതിയായ തെളിവുകൾ വേണമെന്നും വാദത്തിനിടെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർജി തള്ളിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടരാം, അതിന്റെ മേൽനോട്ട ചുമതല DIGയുടെ നേതൃത്വത്തിൽ വേണം. പക്ഷേ ഈ കുടുംബം ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ എല്ലാം വളരെ ഗൗരവമായി തന്നെ അന്വേഷിക്കണം എന്നും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നുണ്ട്. രഞ്ജിത്ത്, അങ്ങനെയാണ് സാഹചര്യം. ഏതായാലും നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.